ചെടിക്ക് ഒഴിച്ച് വെച്ച് ചട്ടി എനിക്ക് തന്നെ ഉപ്പിട്ട് കഴുകാം. ഇന്ന് മീൻ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഓണത്തിന്റെ പിറ്റേ ദിവസമാണ്. ഓണമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അവിട്ടാണ്. അവിട്ടോന്നും മറ്റും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും 2-3 നേരം കഴിഞ്ഞപ്പോ ഇച്ചിരി മീൻ കിട്ടിയാൽ കൊള്ളാന്ന്. അതെ 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 അതെ. അതിന് നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണ ഇത് അതിലേ കിട്ടിയോളന്നേ ഉള്ളൂ. അപ്പൊ മുൻകൂട്ടി കണ്ടു എല്ലാം അറിയാം. നേരത്തെ ഫ്രീസറിലുണ്ട് സംഭവം. സംഭവമൊക്കെ ഉണ്ട്. മിണ്ടാതിരുന്ന മിണ്ടി കഴിഞ്ഞു ഇച്ചിരി മീൻ കറി നോക്കിക്കോ. ഞാൻ വെട്ടണ മെതേഡാട്ടോ. അതെ സീസി ആയിട്ടപ്പോ പൊളിച്ചു കളഞ്ഞല്ലോ. ഇതൊക്കെ എത്ര വെട്ടിയത് കൊളം എത്ര. അതെ പറയണ്ട ബാക്കി. ഇങ്ങനെ നോക്കിക്കോ. ഇതൊന്നും എടുക്കതേ. ഇതെങ്ങനെയാ ഞാൻ അകത്തെ കറുപ്പും മാലിന്യങ്ങളും ഇതെല്ലാം പോരും തോണ്ടുമ്പതേ. ഇതേ കണ്ടോ അഴുക്ക് എല്ലാം പൊരിഞ്ഞ് വെള്ളം ഒഴിച്ച് അവിടെ കഴുകും. ഇപ്പം നീറ്റാവുന്നതേ വേണമെങ്കിൽ അകത്തെ പിടിച്ചോതേ. നല്ല നീറ്റായിട്ട് പോരും. അങ്ങനെ ഒറ്റ ഇതിന് വലിക്ക് പോരും. അത് ശീലിച്ച് നമ്മളിങ്ങനെ ചെയ്ത് ശീലിച്ചുകൊണ്ട് അങ്ങനെ ഒറ്റ ഇതിന് അടർന്നു പോരാതെ പോകുന്നത്. ഇത് മുഴുവത്തോടെ ആട്ടോ വറക്കണേ. വലിപ്പം അധികം ഇല്ലല്ലോ അത് കാരണം. ഓരോന്ന് വെച്ചോണ്ടിരിക്കുകയാണ്. 4 എടുത്തോളൂ. 5 കൂടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അയിലമീൻ്റെ സ്കിൻ എപ്പോഴും കണ്ടോ നല്ല മിനുമിനാന്നിരിക്കും. അതെ അതെ അതെ. ഇനി 5 ഇരിക്കണ വേണമെങ്കിൽ വല്ലതും ചാറ് വയ്ക്കണമെങ്കിൽ ചാറ് വയ്ക്കുമല്ലോ ചെയ്യാം. ഞാൻ എടുത്തില്ല അത്. ഉപ്പിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകണം. ഇതൊക്കെ അമ്മയ്ക്ക് നിസ്സാര പരിപാടികളാണ്. വർത്താനം പറഞ്ഞതിന് ഇവർ ചെയ്യണം നോക്കതേ. ഇങ്ങനെ എന്നിട്ട് തേങ്ങ കണ്ടോട്ടോ. അതെ അവിടെ അങ്ങ് പിടിച്ച് വലിച്ചാൽ മതി. വലിക്കുമ്പോൾ പോരും. പിന്നെ നമ്മൾ അകത്തെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ വലിക്കുമ്പോൾ മാക്സിമം പോരും നമുക്കിത്. ഇത് കണ്ടോ ഞാൻ കാണിച്ചു തരാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാകാം. ഈ ഇങ്ങനെ എന്നതിന് മൊനയുള്ള കത്തി വേണം. അതങ്ങനെ കിട്ടുള്ളൂ. ഇനി നമ്മൾ പൈപ്പിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും അഴുക്കതേ ഇത് ഇത് വേണമെങ്കിലേ പിടിച്ചോതേ. എന്തെങ്കിലും അഴുക്കുള്ളത് ആ വെള്ളം കഴുകുമ്പോൾ പോകുന്നുള്ളൂ അകത്തൊഴിച്ച് കഴുകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ മതി ചെറിയ മീനുകൾ ക്ലീനിങ്. ഇത് പറയണത് ന്യൂജന് വേണ്ടി മാത്രമാണ്. ബാക്കിയുള്ളവരൊന്ന് ക്ഷമിച്ചേക്കുക. അതെ ന്യൂ ജനറേഷൻ എപ്പോഴും നീ ഉൾപ്പെടെ ന്യൂജൻ ചിലപ്പോൾ സംശയങ്ങളുണ്ടാവുമല്ലോ. അരപ്പ് പുരട്ടാനായിട്ട് ഇത് വറക്കാനുള്ള വരയണത്. കത്തിക്കൊക്കെ നല്ല മൂർച്ച വേണം. അല്ലെങ്കിൽ വരഞ്ഞാൽ ചിലപ്പോൾ 2 കഷ്ണമായിട്ട് എടുക്കണ്ടേ. 3 വര മതി. അത് ഓരോരുത്തരുടെ മീനിൻ്റെ വലിപ്പന്തേ. ഇതിലൊക്കെ ഞാൻ വരഞ്ഞ് വെച്ചു ഓൾറെഡി. ഒരെണ്ണം വരയാനുണ്ട് കാണിക്കാൻ. വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് വലുതാണ്. ഇതിൽ 4 വര വേണം. കാണിക്കാം. സോഫ്റ്റായിട്ടുള്ള വരകൾ അപ്പുറത്തും. ഇത് മതി. വേഗമല്ല നല്ലതേ. ക്ലീൻ ആയിട്ടുണ്ട്. ഒന്നുമില്ല അകത്ത്. അങ്ങനെയാണ്. നല്ല വെളുവെളാന്ന് വെളുത്ത് വെള്ളി പോലെ ഇരിക്കണ കണ്ടോ. ഇനി നമ്മൾ ഇവനെ ഫ്രൈ അടിക്കാൻ പോവാണ്. ഫ്രൈ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൺചട്ടിയിൽ പൊടി, മഞ്ഞപ്പൊടി, എരിവ് മുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, കുരുമുളക് ഞാനിന്നും ചേർക്കണില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ചേർക്കാറുണ്ട്. ഇന്ന് ഇപ്പൊ ചേർക്കണില്ല. ഒരു സ്വല്പം വെള്ളം, ലേശം പൊടിക്ക് വെള്ളം മതി. പിന്നെ നമുക്കേ വെള്ളത്തിന് വരെ ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കണം. പിന്നെ വേറൊരു സംഭവം കൂടെ ചേർക്കാൻ. അത് അമ്മാസ് ടെക്നിക്കാണ്. അല്ല അതല്ല. പിന്നെ വേറൊരു സംഭവം ചേർക്കാനുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങ ഇല്ല. വിനീഗർ ചേർത്താൽ എനിക്ക് അത്ര താല്പര്യം ഇല്ല. അത് കാരണം എന്തേ കുഞ്ഞോളേച്ച് കൊണ്ടുവന്ന ചൈനീസ് ഓറഞ്ച്. അതൊരു വല്ലാത്ത ടെക്നിക്കാണ്. അതെ അതെ. നല്ല പുളിയുള്ള നാരങ്ങ കേട്ടോ ഈ സാധനം. ചൈനീസ് ഓറഞ്ച് എന്നാട്ടോ ഞങ്ങൾ പറയണം. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടെങ്കിലും 4-5 ഒക്കെ ഉണ്ടാകാറുള്ളൂ. ഇപ്പൊ ഇവളൊരു പുതിയ തൈ ഉണ്ടായി കിടക്കണ ഒരു തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന പ്ലാന്റ് ചെയ്തത് വീഡിയോ പിടിച്ചിട്ടുണ്ടോ? അതെ അതെ അതെ. അപ്പൊ അതിലെ കാ ഞാൻ മാറ്റിയതാട്ടോ. കായ കിടന്നാൽ കൊള്ളൂല. ഇപ്പൊ ഒരു മീൻ മറക്കണതിന് ഒരു പുളിപ്പ് വന്നാൽ നല്ലതല്ലേ എപ്പോഴും.
ഇച്ചിരൂടെ മുളക് പൊടി വേണമെന്ന് തോന്നുന്നു. 4 അയില ഉണ്ടല്ലോ. ആ ഈ ലേശം കൂടി വേണം. അല്ലെങ്കിൽ തലയില്ല, ശരിയാവൂല. നല്ല പുളിയുള്ള നാരങ്ങയാണോ കേട്ടോ, മധുരിപ്പൊന്നും പാടില്ല. നല്ല പുളി, നല്ല പുളിയായതുകൊണ്ട് ഞങ്ങൾ എടുത്തതാ. എന്തോരാ കൊണ്ടുവന്നേക്കണം പുള്ളിക്കാരി. അതെ, ഇവിടെ കുറച്ചാ ഉള്ളൂ എന്നും പറഞ്ഞോണ്ട് ഇവിടെ ഉണ്ടായി കിടക്കണ നാളെ നോക്കിയേച്ച് പോയി വന്നപ്പോൾ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഇനി ഒരു പൊടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ലേശം. അത് ഈ എരിവിൻ്റെ കുത്തൊക്കെ ഒന്ന് മാറാനായിട്ട് മസാല പുരട്ടുമ്പോൾ ഒരു സ്വല്പം വെളിച്ചെണ്ണ ചേർത്താൽ നല്ലതാണ്. ലേശം മതി. നമുക്ക് ഓരോന്നെടുത്ത് പുരട്ടാം. അതിനാണ് അയില മീൻ കഷ്ണങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്. എന്നെ പെരട്ടു എന്ന് പറഞ്ഞു. ഇച്ചിരി വെള്ളം ചേർക്കാം, ഇച്ചിരി ഡ്രൈ ആയിരിക്കണം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം, എന്നാലേ പുരണ്ട് കിട്ടുള്ളൂ. അടിപൊളി. മൊത്തം പരട്ടണം നമുക്ക്. നല്ല പുളിപ്പ് അതിൻ്റെ ആ നാരങ്ങയുടെ നല്ല പുളിപ്പ് ഫീൽ ചെയ്യണം. അതിൻ്റെ മണം ഇല്ലേ, അതിൻ്റെ മണം അടിക്കുമ്പോൾ നമുക്ക് അറിയാം എത്രത്തോളം പുളിപ്പുണ്ടെന്ന്. അതെ അതെ അതെ, നല്ലൊരു റിച്ച് സ്മെല്ലല്ലേ. ഓറഞ്ചിൻ്റെ നാരങ്ങയും കൂടെ കൂടിയ ഒരു സ്മെല്ലായതുകൊണ്ടാണ് ഈ ചൈനീസ് ഓറഞ്ച് എന്ന് ഞങ്ങൾ പറയണത് കേട്ടോ. ചൈനീസ് ഓറഞ്ച് എന്ന്. ഇനിയിപ്പോൾ അതിന് വേറെ ഓരോ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഓരോ പേരിൽ അറിയപ്പെടുമായിരിക്കും. ഞങ്ങൾക്ക് അറിയാവുന്ന പേരിൽ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് ജ്യൂസ് ഉണ്ടാക്കാൻ നമ്മൾ കാണിച്ചിട്ടില്ല ചൈനീസ് ഓറഞ്ച്. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസാണ്. കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അല്ലേ, ഫുൾ ഓഫ് വൈറ്റമിൻ സി. ഇനി ഒരു അരമണിക്കൂർ മിനിമം വെച്ചിരിക്കണം. എന്നാൽ അയില ദശപ്പുള്ള മീനല്ലേ, അതിലേക്ക് അരപ്പ് കയറണം നന്നായിട്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ മിനിമം കേട്ടോ. അതിൽ കൂടുതലിരുന്നാൽ നല്ലതാണ്. നമുക്കിപ്പോൾ 5 മണി ആയുള്ളൂ, 6 മണിയായിട്ട് വറക്കാൻ വെച്ചാൽ മതി. ഇനി ഒരെണ്ണം കൂടെ പറ്റാനുള്ളത് ഇങ്ങോട്ട് മാറ്റാം. ഇങ്ങോട്ട് നീക്കി അതേ ഇവിടെ മസാലയുണ്ട്, അതിലേക്ക് പരട്ടാം. പിന്നെ അങ്ങനെ നമ്മുടെ മീനെല്ലാം റെഡിയായി. ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കണം. ഇരുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ദശപ്പുള്ള മീനാകുമ്പോൾ ഇച്ചിരി അധികം സമയം ഇരിക്കണം, എന്നാലേ പിടിക്കുള്ളൂ. എന്നിട്ട് വറക്കുമ്പോൾ കാണിക്കാം. അതെ, കയ്യില് കുറെ മുളക് പൊടി ഉണ്ടല്ലോ. മുളക് പൊടിയല്ല, അരപ്പ് ഞാനിത് ഇങ്ങനെ പുരട്ടുമ്പോൾ എന്നാണെങ്കിലും കുറച്ച് കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പം നമുക്ക് അതങ്ങ്, ഇതും ബിഗാട്ടോ, കണ്ടാ അറിയാലോ. ഉള്ളതിൽ ബിഗ് അല്ലേ, ഉള്ളതിൽ ബിഗ് എന്നല്ല പറഞ്ഞ, ഉള്ളതിൽ ബിഗാണ്. ഇനി നമുക്ക് ഇവനെ മൂടി ഇവിടെ വെച്ചേക്കാം. ഇവൻ എരിവും പുളിയൊക്കെ പിടിക്കട്ടെ അവനിലേക്ക്. ഉപ്പും എരിവും പുളിയൊക്കെ പിടിച്ച് നാരങ്ങ പിഴിഞ്ഞേക്കണോണ്ട് പുളിയൊക്കെ ഉണ്ടാവും. അതൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അടുപ്പത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. കയ്യിൽ അരപ്പ് ഇതിൽ വെച്ചേക്കാം. കോരി എടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പുരട്ടി കൊടുക്കാം. അതിലേക്ക് വേണമെങ്കിൽ കുറവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഏതിലെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടാകും ഇങ്ങനെ പുരട്ടി വെച്ചേക്കുന്നുണ്ട്. അപ്പം അന്നേരം നമുക്ക് എടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല കളറായിട്ടിരിക്കുന്നു, നല്ല രസം. എത്ര സമയമായി ഏകദേശം? അരമണിക്കൂർ. ഇപ്പം ഞാൻ തവയിലില്ലേ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മതി. എന്നാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സന്ധ്യ ചെയ്യാൻ പറ്റൂല പിന്നെ. അപ്പം നമുക്ക് ഓരോന്ന് പിറക്കി മറിക്ക് വറുത്തോണ്ടിരിക്കുകയല്ല, വറക്കാനായിട്ട് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അതെ, പകുതി മൊരിച്ച് വെച്ചിട്ട് പിന്നെ ഒന്നാം നേരത്ത് ബാക്കി ചൂടോടുകൂടി എടുക്കാം. മുഴുത്ത ചൂട് കിട്ടും. മുഴുത്ത തോരണമുള്ളവനെ നമുക്ക് നടുക്ക് വെച്ച് കൊടുക്കാം. ഇച്ചിരി മുഴുപ്പ് കൂടുതലാണ്, ബാക്കിയൊക്കെ സ്മോളാ. എവിടെയെങ്കിലും പതുക്കിയാവട്ടെ കേട്ടോ. നല്ലോണം മൊരിഞ്ഞൊക്കെ തുടങ്ങിയില്ലോ. നല്ല സൂപ്പറായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്, അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ.
ഊണ് കഴിക്കാറാവുമ്പോഴാണ് നമ്മളിത് ഫുൾ മുരിച്ചെടുക്കണേ. നല്ല ചൂടായിട്ട് കിട്ടാനാ. അയില വറുത്ത ഒരുവിധം മുരിവായിക്കൊണ്ടിരിക്കുവാണ്. ഈ അരപ്പ് പെരട്ടി അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാട്ടോ ബ്ലാക്ക് കളർ പോലെ തോന്നിക്കുന്നത്, അല്ലാണ്ട് കരിഞ്ഞതൊന്നും അല്ല. നോൺ സ്റ്റിക്കിലാകുമ്പോൾ അങ്ങനെ കരിയുമില്ലല്ലോ. അതെ. അപ്പം അത് ഞങ്ങൾ മുരിച്ചങ്ങ് വെക്കും. ഊണ് കഴിക്കാറാകുമ്പോൾ എന്നിട്ട് എടുക്കും. അന്നേരം കാണിക്കാം, ചോറിലിടുന്നതൊക്കെ കാണിക്കാം കേട്ടോ. പിന്നല്ല ദേ ഈ വലയുടെ ഉള്ളിൽ എന്താണ് ഇരിക്കണേന്ന് നോക്കി. ഓ എനിക്ക് വയ്യ. കളറൊക്കെ ചേർത്ത പോലെ നല്ല കളറുണ്ട് കേട്ടോ. പക്ഷെ കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. പക്ക അതേ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കടയിലൊക്കെ കിട്ടണ അതേ കളറ്. കടയിൽ എപ്പോഴും ഒരു റെഡിഷ് കളർ ഉണ്ടാവും മീൻ വറുത്തതിന്. ആ സെയിം കളർ ഉണ്ട് കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. അടിപൊളി അയില വറുത്തത്. അപ്പം ഇന്ന് അയില വറുത്തത് കൂട്ടിയാണ് ഇന്ന് ഊണ് കഴിക്കാൻ പോണത്. അതെ, സൂപ്പർ അയില വറുത്തതാണ്. 1 2 3 4 അതെ. അപ്പയ്ക്ക് ഇന്ന് ചോറെടുക്കാൻ പോവാണ്. അപ്പയ്ക്ക് ഏത് അയിലയാ കൊടുക്കണേ? സ്മോൾ അയിലയാ. അപ്പയ്ക്ക് സ്മോളാണ് ഇഷ്ടം. കൂടെ സവോള, ടൊമാറ്റോ, ചോറ്, ഓണ സാമ്പാർ, ചേന ഉലർത്തിയത്, മീൻ വറുത്തത്. പിന്നെ എന്താ വേണ്ടേ? സൂപ്പർ അല്ലേ? സൂപ്പർ. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. കരിമീൻ പൊരിച്ചത് ഇപ്പം ഇല്ലാട്ടാ, അയല വറുത്തതാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ദേ ചേന, സൂപ്പറായിട്ട് ഉലർത്തിയ ചേന ഇരിക്കുന്നു. പിന്നെ നമുക്ക് നല്ല കിടിലൻ സാമ്പാറാണ്. കിടിലൻ സാമ്പാറാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ഇന്ന് നോൺ വെജ് ഡിന്നറാണ് കേട്ടോ. 2 ദിവസമായിട്ട് എല്ലാവരും ഇപ്പൊ നോൺ കണ്ടപ്പോ എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷം, ഒരു സമാധാനം ഒക്കെ. അപ്പൊ ഇനി എടുത്തോ, അപ്പയ്ക്ക് കഴിക്കാനല്ലേ, വേഗം എടുത്തോ. ഉള്ളി, വെളുത്തുള്ളി അപ്പയ്ക്ക് കൊടുക്കാനെടുത്തോളൂ. പോവാ. കൊതുകും പ്രാണിയും രാത്രിയിൽ ഭയങ്കര വിഷയം.